എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അതേപോലെ ഇന്ന് ഞാൻ രാവിലെയാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. കാരണം രാവിലത്തുള്ള ആഹാരമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഹെൽത്തിയായ ഒരു ആഹാരമാണ് ഇന്ന് ഞാൻ രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ചീര, മല്ലിയില, കറിവേപ്പില, സവാള, പച്ചമുളക്, ഇഞ്ചി. നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് എടുക്കാം. തക്കാളി 1, ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം, കുറച്ച് വെള്ള എള്ള്. എള്ളിൻ്റെ ഉപയോഗമൊന്നും പറയണ്ടല്ലോ. ഒരുപാട് ഹെൽത്തിന് ആവശ്യമുള്ള സാധനമാണ് എള്ള്. മുടി വളരാനും മറ്റ് ശരീരത്തിന് വേണ്ടുന്ന എല്ലാത്തിനും എള്ള് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത്രയും സാധനം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ആദ്യമേ നമ്മുടെ ഒന്നി റവ അല്ലെങ്കിൽ അരിപ്പൊടി, ഇത് നല്ലോണം നമ്മൾ ഇടിയപ്പത്തിന് ഒക്കെ കുഴച്ചെടുക്കുന്ന കണക്ക് തന്നെ കുഴച്ചെടുക്കുക. കണ്ടില്ലേ, ഇതിനൊക്കെ ഞാൻ കുഴച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെല്ലാം കുഴച്ച് നല്ല കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് നമുക്ക് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണം. എടുത്തിട്ട് ഇത് ഫില്ല് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്, വലിയ പാടൊന്നുമില്ല കേട്ടോ. പക്ഷേ നല്ല ഫുഡാണ്. കറിയൊന്നും വേണ്ട, ഇത് തന്നെ കഴിച്ചാൽ മതി. ഞാൻ കാണിച്ചു തരാം. ആദ്യമേ നമുക്ക് ഇതെല്ലാം ഒന്ന് വാട്ടിയെടുക്കാം. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് എണ്ണ ഒഴിക്കുക. കടുകിട്ട്, ചെറിയ ജീരകം, പെരുംജീരകം, ക്യാരറ്റ്, സവാള, ക്യാപ്സിക്കം, തക്കാളി, ചീര, മല്ലിയില, കറിവേപ്പില. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന എല്ലാ പച്ചക്കറികളും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ അറിയാമല്ലോ, കടുക്, ചെറിയ ജീരകം, പെരുംജീരകം, പിന്നെ സവാള, ക്യാരറ്റ്, ചീര, മല്ലിയില, കറിവേപ്പില, അങ്ങനെ അരിഞ്ഞു വെച്ചിരുന്ന എല്ലാ പച്ചക്കറി, ക്യാപ്സിക്കം എല്ലാം ചേർത്ത് നമ്മളിത് നല്ലോണം വാട്ടിയെടുക്കുക. ഉപ്പ് ഇട്ടിട്ടുണ്ട്. നല്ലോണം വാടണം. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് മസാലയൊക്കെ ചേർക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് മാവ് ഒന്ന് ശരിയാണ്. കാരണം എല്ലാം റെഡി ആവണം, എന്നാലും ഇത് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് എണ്ണയൊന്നും വേണ്ട, ഇതിനകത്തുള്ള എണ്ണ മാത്രം മതി. അപ്പോൾ നമ്മുടെ മാവൊക്കെ നമുക്കിത് കുറേശ്ശെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ആക്കി വെച്ചിരുന്ന നമുക്ക് എളുപ്പം ഈ മാവ് കട്ടിയാക്കി ഇങ്ങനെ ചെയ്യാൻ എളുപ്പം കേട്ടോ. ഉണ്ട്. ഇത് കണക്ക് എടുത്തിട്ട് നമ്മളെ കയ്യിൽ ഇത്തിരി വെള്ളം തെളിക്കുക. എന്നിട്ട് ഇത് ആക്കി ഇങ്ങനെ വെച്ചിരുന്നാൽ മാത്രം മതി. കാരണം നമുക്ക് ഫില്ല് അത് ചെയ്യേണ്ടതാണ്. ഇതേപോലെ എല്ലാം ആക്കിയെടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ എല്ലാം ആക്കിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ കുറച്ച് ചീര കുറച്ച് മാറ്റി വെച്ചേക്കണം. എന്നിട്ട് ഇതിനകത്ത് ഫില്ലിറക്കി മടക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഇന്നത്തെ പലഹാരം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പച്ചക്കറിയെല്ലാം നല്ലോണം വാടിയിട്ടുണ്ട്. അത് നമുക്ക് മസാലയൊക്കെ ഇടാം. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ഇടാം, മുട്ട ഇടാം, എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ചെറുതാക്കി പൊടിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസിൻ്റെ ആയതുകൊണ്ട് ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ശകലം ഇട്ടു. അതിൻ്റെ കൂടെ കാശ്മീരി മുളക് പൊടി ശകലം ഇട്ടു. ഒരു 1/2 സ്പൂൺ വീതം മതിയല്ല. പെരുംജീരകപ്പൊടി എല്ലാം മിക്സ് ചെയ്യുക.
നല്ലോണം പച്ചമണം മാറുന്നിടം വരെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണ്. കറിയൊക്കെ വെച്ച് താമസിക്കുന്നതിന് മുമ്പ് നമുക്ക് പുഴുങ്ങിയെടുക്കുക കേട്ടോ. ആവി പുഴുങ്ങിയെടുക്കുന്നതായി പലഹാരം കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്ത് നിറയ്ക്കാനുള്ള ഫില്ലിംഗ് എല്ലാം ഇപ്പം നല്ല ശരിയായിട്ടുണ്ട്. നമുക്കിതിനകത്ത് 1 സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇടാം കേട്ടോ. അരപ്പ് വേണമല്ലോ, കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേണമല്ലോ. അപ്പോൾ ഒരു സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ടത് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടാക്കാം. അപ്പോൾ തന്നെ നമുക്ക് പാത്രം മേളി വയ്ക്കുക. ഇഡ്ഡലി പുഴുങ്ങുന്ന കണക്ക് ആവിയേറ്റുന്ന സ്റ്റീമർ വെച്ചു. അത് വെള്ളം ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് മറ്റേതൊക്കെ മാവൊക്കെ ഫില്ല് ചെയ്ത് നിറച്ച് കൊണ്ടുവരാം. ചൂടാകട്ടെ. നമ്മൾ ഫില്ലിങ്ങൊക്കെ അകത്ത് വെച്ച് ഓരോന്നോരോന്ന് ഇങ്ങനെ നിറച്ചെടുക്കാം. കണ്ടില്ലേ? എന്നിട്ടൊന്ന് ചെറുതായിട്ട് നമുക്ക് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇലയപ്പമൊക്കെ ഉണ്ടാക്കുന്ന കണക്കിരിക്കും. കണ്ടില്ലേ? ഇതാണ് ഇതേപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കണം. ഈ ചീര ശകലം ഇവിടെയൊക്കെ പറ്റിയിരിക്കാൻ വേണ്ടി ഒരു ശകലം വെച്ചിരുന്നാൽ മാത്രം മതി. ഇങ്ങനെ കൈവിരൽ വെച്ച് തന്നെ ഇങ്ങനെ ആക്കിയെടുക്കണം. എല്ലാവരും ഇതേ കണക്ക് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഇതുവരെ എള്ള് ഇട്ടിട്ടില്ല. എല്ലാവരും ചോദിക്കും എള്ള് എന്തിനായിരിക്കുമെന്ന്. എള്ള് ഞാൻ അവസാനം കാണിച്ചു തരാം. ഇതേപോലെ എല്ലാം നിറച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതേ കണക്ക് എല്ലാം ഫില്ല് ചെയ്ത് എടുക്കാം. നമ്മുടെ ഫില്ലിങ് എല്ലാം നിറച്ചു നല്ല ഭംഗിയാക്കി കണ്ടോ. ഇതിന് നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുത്താൽ മാത്രം മതി. ആർക്ക് വേണമെങ്കിലും കഴിക്കാം. ഷുഗറുകാർക്കോ കൊളസ്ട്രോളുകാർക്കോ എന്ന് വേണ്ട വയ്യാത്ത ആർക്ക് വേണമെങ്കിലും നല്ലൊരു ഹെൽത്തി ഫുഡാണ് ഇത്. എല്ലാവർക്കും കഴിക്കാം കേട്ടോ. ഇത് റവയിലും ഉണ്ടാക്കാം, അരിപ്പൊടിയിലും ഉണ്ടാക്കാം, നമ്മുടെ കയ്യിൽ ഗോതമ്പ് മാവിനോ ഏതിന് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് ഇത്രയും നമുക്ക് ഒന്ന് ആവി കയറ്റണം. നമ്മൾ ഇഡ്ഡലി തട്ട് ഏത് വെച്ചാലും ഒരു ചെറിയൊരു നമ്മൾ കേക്കിനൊക്കെ എടുക്കുന്ന പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ ഇതിനകത്തോട്ട് ഇടുക. കുക്കിംഗ് പേപ്പർ ഇടുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഹോള് ഇതേപോലെ ചെറിയ ഹോള് കാണാൻ പറ്റുന്ന ഒരു ചെറിയ 2 ഹോള് ഇട്ടേക്കണം. എന്നിട്ട് ഇതിനകത്തോട്ട് വെക്കണം. എന്നിട്ട് ഇത് നമുക്ക് അതിൻ്റെ മുകളിലാണ് പറക്കി വയ്ക്കേണ്ടത്. എല്ലാം നമുക്ക് ഇത് പറക്കി വയ്ക്കാം. കണ്ടില്ലേ? എല്ലാം പറക്കി വെച്ചു. ഇനി നമുക്ക് ആവിയേറ്റാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇനി അടുത്ത എള്ളിൻ്റെ കാര്യം ഞാൻ കാണിച്ചില്ല. എള്ള് ലാസ്റ്റ് കാണിച്ചു തരാം. ഇത് നമ്മുടെ പലഹാരം എല്ലാം നല്ല വെന്തിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മൾ ഇലയപ്പം പുഴുങ്ങുന്ന കണക്ക് തന്നെ വെജിറ്റബിൾസ് എന്നേ ഉള്ളൂ. പക്ഷേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. ആർക്ക് വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചിക്കനോ മുട്ടയോ ഒക്കെ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള അപ്പോൾ വെജിറ്റബിൾസാണ് ഞാൻ ചെയ്തേക്കുന്നത്. രാവിലെ കഴിക്കുന്നുണ്ട് വെജിറ്റബിൾസ്. നമുക്കിതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി ഇറക്കാം. ഇനി കുറച്ച് എണ്ണ ഒഴിക്കുക. തീ ഓഫാക്കുക. നമ്മുടെ എള്ളിടുക. ഒരു ശകലം കാശ്മീരി മുളക് മിക്സ് ചെയ്യുക. ചെറുതായിട്ട് വീണ്ടും തീ കത്തിക്കുക. ഒന്ന് മൂപ്പിച്ചെടുക്കുക എള്ള്.
ഉണ്ടല്ലേ. ആദ്യമേ എണ്ണ ഒഴിച്ച് തിളയ്ക്കുമ്പോൾ എള്ളിടുക, എന്നിട്ട് ഓഫ് ചെയ്യുക. അതിൻ്റെ കൂടെ മുളക് പൊടി ഇടുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് കേട്ടോ, എള്ളിട്ട് പിന്നെ തീ കത്തിക്കുക, എള്ള് വറുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ എള്ള് വറുത്തത് ഇതിൻ്റെ മുകളിലോട്ട് ഇടുക. കണ്ടല്ലേ, നല്ല ടേസ്റ്റായ ഒരു ഹെൽത്തി ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ആഹാരം. ഇതേപോലെ ഇതൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്ക്, എല്ലാവരും ഇഷ്ടപ്പെടും. ഇനി ഒന്നും വേണ്ട, ഇതാ കട്ട് ചെയ്യുക. കണ്ടില്ലേ, അതിനകത്ത് നല്ല ഇതെല്ലാം വെന്ത് നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിച്ച് നല്ല ഈ എള്ളൊക്കെ കടിക്കുമ്പോൾ നല്ല രുചിയാണേ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതൊന്ന് ഞാൻ ഒരെണ്ണം കഴിക്കാൻ പോയി കേട്ടോ. നല്ലൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ പറയുകയല്ല, ഉണ്ടാക്കി നോക്കണം. എള്ള് വറുത്തതും പച്ചക്കറിയും എല്ലാം, ഒരു കറിയും വേണ്ട. ഓക്കെ, അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.